ഹലോ, നമ്മളിന്നൊരു വിഷു മേക്കപ്പ് ലുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വിഷു മേക്കപ്പ് ലുക്ക്. അതെ, വിഷു ആശംസകൾ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു വിഷു മേക്കപ്പ് ലുക്കാണ്. ഇതൊരു ലാസ്റ്റ് മിനിറ്റ് വിഷു മേക്കപ്പ് ലുക്ക് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഇലൂമിനേറ്ററാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് മുഖം നല്ല ഗ്ലോ ആക്കി വയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഞാനിപ്പോൾ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല, കാരണം എനിക്ക് കുരുക്കളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. മീൻസ് എപ്പോഴും ഫൗണ്ടേഷനൊക്കെ ഇട്ടാൽ അപ്പോൾ കുരു വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു BB പൗഡറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട്. സുഡിയോൻ്റെ കാജലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. താഴെ മേലെ നന്നായിട്ട് തന്നെ വാട്ടർ ലൈനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ എല്ലാ കൊല്ലം വിഷുവിന് വീഡിയോസ് ഇടാറുണ്ട് കേട്ടോ. പക്ഷേ ഈ കൊല്ലം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല, ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒന്നിനും പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്കിന്ന് രാവിലെ ഭയങ്കര സങ്കടം, എനിക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ഇടണം എന്നുള്ള ഇതിൽ അങ്ങനെ ഞാൻ തട്ടിക്കൂട്ടിയതാണ് ഈ ഒരു വിഷു വീഡിയോ. ഐബ്രോസ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിണ്ടാതിരിക്കാൻ പാടി. ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഐബ്രോസ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക, കാരണം നമ്മുടെ മുഖത്തിനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ മുടിയൊക്കെ ഞാൻ ഷോർട്ട് ഹെയർ ആക്കിയിട്ടോ, അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ. പിന്നെ ഞാനൊരു ലിപ്സ്റ്റിക്ക് കൊണ്ട് എന്താ പറയുക, ഐ ഷാഡോ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ന്യൂഡ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സ്വിസ് ബ്യൂട്ടിയുടെ ന്യൂഡ് ട്വിസ്റ്റ് ആണോ, അങ്ങനെയാണ്, അങ്ങനെ എന്തോ ആണ്, ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഐ ഷാഡോ ഒക്കെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഞാൻ ഒരു ഐ ലൈനർ വെച്ചിട്ട് ഐ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് നല്ല ജെറ്റ് ബ്ലാക്ക് വരുന്ന ഐ ലൈനറാണിത്. പിൽഗ്രിമിൻ്റെ ആണ് കേട്ടോ ഈ ഒരു ഐ ലൈനർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐ ലൈനറുകളിൽ ഒന്നാണ്. അപ്പോൾ ഞാനിങ്ങനെ വാലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വിഷു ഒക്കെ അല്ലേ, ഫെസ്റ്റിവൽ അല്ലേ, അപ്പോൾ വാലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വാലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികളും കൂടി ചെയ്യാം. ഇതാ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ലിപ്പൊന്ന് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ലിപ്സ്റ്റിക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ ലൈഫിൽ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്തിട്ടില്ലെങ്കിലും ലിപ്സ്റ്റിക്ക് എനിക്ക് മസ്റ്റ് ആട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ബ്രൈറ്റ് കളർ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം പച്ച ബ്ലൗസൊക്കെ അല്ലേ, അപ്പോൾ നല്ല ചുവപ്പ് അല്ലെങ്കിൽ ഒരു പിങ്ക് ആ ഒരു ടോണിൽ വരുന്ന ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ആ ഒരു ലിപ്സ്റ്റിക്ക് കൊണ്ട് തന്നെ ഞാൻ പൊട്ടിട്ട് കൊടുത്തു കേട്ടോ. ഇങ്ങനത്തെ ഡാർക്ക് കളർ പൊട്ട് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ലിപ്സ്റ്റിക്ക് കൊണ്ട് തന്നെ പൊട്ടിട്ട് കൊടുത്തത്. ഇനി മുടി ഒന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് എനിക്ക് ഒരു ഹെയർ സ്റ്റൈൽ ഇതുമ്പോൾ പരീക്ഷിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് മുടിയൊക്കെ നിർത്തിട്ട് എന്താ വേണ്ടതെന്ന് ഇങ്ങനെ കുറച്ച് ആലോചിച്ചു. അതിന് ശേഷം ഇതുപോലെ ഒന്ന് അങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒരു സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് മുല്ലപ്പൂവും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാര്യം കഴിഞ്ഞു. ഞാൻ മുല്ലപ്പൂ ഒന്നും വെക്കില്ല എന്നുണ്ടായിരുന്നു. പിന്നെ വിഷുവൊക്കെ അല്ലേ, അതിൻ്റെ ഒരു വൈബ് വേണ്ടേ. അപ്പോൾ ഇത് ഫേക്ക് ഫ്ലവേഴ്സ് ആട്ടോ, മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഫേക്ക് ഫ്ലവേഴ്സാണ്. അപ്പോൾ ഞാൻ മുല്ലപ്പൂ കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എനിക്ക് എന്തോ ഒരു കുറവ് തോന്നിയിട്ടോ. അപ്പോൾ എന്താ, ബ്ലഷാണ് കുറവ്. അപ്പോൾ ഞാൻ ബ്ലഷ് ഒന്ന് ചെറുതാക്കിയിട്ട് ആ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ബ്ലഷും ഇട്ടെടുത്തപ്പോൾ നല്ല ചുന്ദരിയായിട്ടില്ലേ. അതിന് അമ്പടി ചുന്ദരിയായോ? ചുന്ദരിയായി. അപ്പോൾ അങ്ങനെ. അപ്പോൾ അതിന് ശേഷം ഞാൻ കമ്മലിട്ട് കൊടുക്കുന്നുണ്ട്. മീഷോന്ന് വാങ്ങിയിട്ടുള്ള കമ്മലാണ്. അതുപോലെ തന്നെ മാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഹെവി ലുക്കാട്ടോ ഞാൻ ക്രിയേറ്റ് ചെയ്തത്. കാരണം മാലയും കമ്മലും ഒക്കെ കുറച്ച് ഹെവി ആയിട്ടാട്ടോ എടുത്തത്. കുറച്ചായിട്ടുള്ള ആഗ്രഹമല്ലേ, അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്തത്. മീഷോന്ന് വാങ്ങിയിട്ടുള്ള വളയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുപ്പി വളയാണ് കേട്ടോ. പിന്നെ മോതിരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പുറത്ത് ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ അതിന് ശേഷം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. കിലങ്ങും കാഞ്ചന ചിലമ്പിട്ടോ